അതുപോലെ നീ കാണികളൊട്ട് ശരിയല്ലാട്ടാ. നീ അവളോട് ഓപ്പണായിട്ട് പറ, അവർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. എടാ നിനക്കറിയാവുന്ന കാര്യമാണല്ലോ എൻ്റെ വീട്ടിലത്തെ സാഹചര്യങ്ങളും. ഒരു 100 കൂട്ട പ്രശ്നത്തിൻ്റെ ഇടയിലാണ് ഞാനും നീക്കുന്നത്. അതുമില്ല, പൈസയ്ക്ക് അത്യാവശ്യവും. എൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടം കയറിയ ജീവിതമാണ്. അപ്പോൾ നാളൊരു സമയത്ത് അവൾ എൻ്റെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ അവളും കൂടെ ഇത് അനുഭവിക്കേണ്ടി വരില്ലേ? ഇല്ലടാ, ഞാനിത് നിർത്താൻ പോവാം. ഞാൻ അവളോട് എല്ലാം ഓപ്പണായിട്ട് പറയാൻ പോയത്. അതൊക്കെ ശരിയാണ്, അവൾ നിന്നെ ആത്മാർത്ഥമായിട്ടല്ലേ സ്നേഹിക്കും. അതുകൊണ്ടല്ലേ അവൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു. നീ എന്തിനാണ് അവരുടെ അവൾ അവോയ്ഡ് ചെയ്യാൻ? ശരിയാവൂലടാ, ഞാൻ എന്തായാലും നിർത്താൻ പോവാടാ. എന്താണ് അജ്മലെ നിന്റെ പ്രശ്നം? ഇത്രയും നാളും ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ. നീ എന്തിനാ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? അൻസു, നമുക്കിത് ശരിയാവില്ലടി. നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം, അതാ നല്ലത്. ഈ 4-5 വർഷം സ്നേഹിച്ചത് ഇതിനു വേണ്ടിയിട്ടാണോ? ഇല്ലടി, ഇതിന് ശരിയായി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി എന്റെ പുറകെ വരല്ലേ. നീ നിന്റെ ലൈഫ് നോക്കും. ഞാൻ എന്തായാലും നിർത്താൻ പോവാം. എടാ അജ്മലെ, നീ എന്നെ വിട്ടിട്ട് പോവല്ലേടാ. നമ്മൾ ഇത്ര നാൾ സ്നേഹിച്ചല്ലേടാ. എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ലടാ അജ്മലെ. എനിക്ക് സത്യം പറഞ്ഞ ഞാൻ നിന്നെ നോക്കിയത് ടൈം പാസിനാണ്. ഇത്രയും കാലം എനിക്ക് സത്യം പറഞ്ഞ ഇതൊക്കെ ഒരു തമാശയായിട്ടാണ് തോന്നിയത്. എനിക്കിതെല്ലാം തമാശയാണല്ലേടാ. ഞാൻ നിന്നെ അത്ര സീരിയസ് ആയിട്ടാണ് നോക്കിയത്. എനിക്ക് നീ ഇല്ലാതെ പറ്റൂലടാ അജ്മലെ. ഞാൻ കാല് പിടിക്കാം. കൺമണിയേ